ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനെ കുറിച്ചാണ്. മസ്തിഷ്ക വികാസവുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥയാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. അത് ഒരു വ്യക്തി മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു, എങ്ങനെ സാമൂഹികവൽക്കരിക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്നു. ഇത് സാമൂഹിക ഇടപെടലിനും ആശയവിനിമയത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പരിമിതവും ആവർത്തിച്ചുള്ളതുമായ പെരുമാറ്റ രീതികളും ഈ തകരാറിൽ ഉൾപ്പെടുന്നു. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ സ്പെക്ട്രം എന്ന പദം വിശാലമായ രോഗലക്ഷണങ്ങളെയും തീവ്രതയെയും സൂചിപ്പിക്കുന്നു. ഓട്ടിസം, അസ്പെർജേഴ്സ് സിൻഡ്രം, കുട്ടിക്കാലത്തെ ശിഥിലീകരണ ഡിസോർഡർ അഥവാ ചൈൽഡ്ഹുഡ് ഡിസ്ഇന്റഗ്രേറ്റീവ് ഡിസോർഡർ, നിർദ്ദിഷ്ട വികസന രോഗത്തിന്റെ പ്രത്യേകത എന്നിവ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ ഉൾപ്പെടുന്നു. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ മിതവായ അറ്റത്താണെന്ന് കരുതപ്പെടുന്ന ആസ്പെർജേഴ്സ് സിൻഡ്രം എന്ന പദം ചില ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ കുട്ടിക്കാലം മുതലേ ആരംഭിക്കുകയും ഒടുവിൽ സമൂഹത്തിൽ സാമൂഹികമായും സ്കൂളുകളിലും ജോലിസ്ഥലത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മിക്കപ്പോഴും കുട്ടികൾ ആദ്യ വർഷത്തിനുള്ളിൽ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ആദ്യ വർഷത്തിൽ വളരെ ചെറിയ കുട്ടികൾ സാധാരണയായി വികസിക്കുന്നതായി കാണപ്പെടുന്നു. തുടർന്ന് 18-നും 24-നും ഇടയിൽ പ്രായമുള്ള റിഗ്രഷൻ കാലഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോഴാണ് ഓട്ടിസം ലക്ഷണങ്ങൾ വികസിക്കുന്നത്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ തീവ്രമായ ആദ്യകാല ചികിത്സ എന്നിവയ്ക്ക് ചികിത്സയില്ലെങ്കിലും പല കുട്ടികളെയും ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും. ലക്ഷണങ്ങൾ: ചില കുട്ടികളിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്, അതായത് കണ്ണിന്റെ സമ്പർക്കം കുറയുക, പേരിനോടുള്ള പ്രതികരണത്തിന്റെ അഭാവം അല്ലെങ്കിൽ പരിചരണം നൽകുന്നവരോടുള്ള നിസ്സംഗത എന്നിവയാണ്. മറ്റു കുട്ടികൾ ജീവിതത്തിന്റെ ആദ്യ കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ സാധാരണഗതിയിൽ വളരുന്നു. പക്ഷേ പെട്ടെന്ന് പിന്മാറുകയോ ആക്രമണാത്മകരാകുകയോ അല്ലെങ്കിൽ അവർ ഇതിനകം നേടിയ ഭാഷാ വൈദഗ്ധ്യം നഷ്ടപ്പെടുകയോ ചെയ്യും. അടയാളങ്ങൾ സാധാരണയായി 2 വയസ്സ് കൊണ്ട് കാണാം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള ഓരോ കുട്ടികൾക്കും കുറഞ്ഞ പ്രവർത്തനം മുതൽ ഉയർന്ന പ്രവർത്തനം വരെ സവിശേഷമായ പെരുമാറ്റ രീതിയും തീവ്രതയുടെ തോതും ഉണ്ടായിരിക്കാം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള ചില കുട്ടികൾക്ക് പഠിക്കാൻ പ്രയാസമുണ്ട്. ചിലർക്ക് സാധാരണ ബുദ്ധിയേക്കാൾ കുറവാണ്. തകരാറുള്ള മറ്റു കുട്ടികൾക്ക് ഉയർന്ന ബുദ്ധിശക്തിയുണ്ട്. അവർ വേഗത്തിൽ പഠിക്കുന്നു. എങ്കിലും ദൈനംദിന ജീവിതത്തിൽ അവർക്കറിയാവുന്ന കാര്യങ്ങൾ ആശയവിനിമയം നടത്തുന്നതിനും പ്രയോഗിക്കുന്നതിനും സാമൂഹിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും പ്രശ്നമുണ്ട്. ഓരോ കുട്ടികളിലെയും അദ്വിതീയ ലക്ഷണങ്ങളുടെ മിശ്രിതം കാരണം തീവ്രത നിർണ്ണയിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. ഇത് സാധാരണയായി വൈകല്യങ്ങളുടെ നിലയെയും അവ പ്രവർത്തിക്കാനുള്ള കഴിവിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള ആളുകൾ കാണിക്കുന്ന ചില സാധാരണ അടയാളങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമതായി, സാമൂഹിക ആശയവിനിമയവും. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആൾക്ക് ഈ അടയാളങ്ങളിൽ ഏതെങ്കിലും ഉൾപ്പെടെ സാമൂഹിക ഇടപെടലിനും ആശയവിനിമയ നൈപുണ്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അവന്റെ അല്ലെങ്കിൽ അവളുടെ പേരിനോട് പ്രതികരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. കെട്ടിപ്പിടിക്കുന്നതിനെയും പിടിക്കുന്നതിനെയും പ്രതിരോധിക്കുന്നു. ഒപ്പം ഒറ്റയ്ക്ക് കളിക്കാൻ താല്പര്യപ്പെടുന്നതായി തോന്നുന്നു. സ്വന്തം ലോകത്തേക്ക് പിൻവാങ്ങുന്നു. കണ്ണിന്റെ സമ്പർക്കം മോശമായതിനാൽ മുഖഭാഗം കുറവാണ്. സംസാരിക്കാൻ കാലതാമസം വരുത്തുകയോ വാക്കുകളോ വാക്യങ്ങളോ പറയാനുള്ള മുൻകഴിവ് നഷ്ടപ്പെടുത്തുകയോ ഇല്ല. ഒരു സംഭാഷണം ആരംഭിക്കാനോ ഒരെണ്ണം തുടരാനോ കഴിയില്ല. അല്ലെങ്കിൽ അഭ്യർത്ഥന നടത്തുമ്പോൾ മാത്രം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. അസാധാരണമായ സ്വരം അല്ലെങ്കിൽ താളം ഉപയോഗിച്ച് സംസാരിക്കുന്നു. ഒപ്പം റോബോട്ട് പോലുള്ള സംഭാഷണം പ്രയോഗിക്കുന്നു. പദങ്ങളോ വാക്യങ്ങളോ പദാനുപാതം ആവർത്തിക്കുന്നു. പക്ഷേ അവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കുന്നില്ല. ലളിതമായ ചോദ്യങ്ങളോ ദിശകളോ മനസ്സിലാക്കുന്നതായി തോന്നുന്നില്ല. വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. മറ്റുള്ളവരുടെ വികാരങ്ങളെക്കുറിച്ച് അവർക്കറിയില്ല. ആക്രമണോത്സുകത അല്ലെങ്കിൽ വിനാശകരമായത് വഴി അനുചിതമായ ഒരു സാമൂഹിക ഇടപെടലിനെ സമീപിക്കുന്നു. മറ്റുള്ളവരുടെ മുഖഭാവങ്ങൾ, ശരീരഭാവങ്ങൾ അല്ലെങ്കിൽ സ്വരം എന്നിവ പോലുള്ള അൺവെർബൽ സൂചകങ്ങൾ ഇങ്ങനെയുള്ള ആളുകളിൽ തിരിച്ചറിയാൻ പ്രയാസമുണ്ട്. പെരുമാറ്റ രീതികൾ. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആൾക്ക് ഈ അടയാളങ്ങളിൽ ഏതെങ്കിലും ഉൾപ്പെടെ പരിമിതവും ആവർത്തിച്ചുമുള്ള സ്വഭാവ രീതികളും താൽപര്യങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കാം. റോക്കിംഗ് അഥവാ ആട്ടൽ, സ്പിന്നിംഗ് അഥവാ ചുറ്റൽ അല്ലെങ്കിൽ ഹാൻഡ് ഫ്ലാപ്പിംഗ് അഥവാ കൈവീശൽ പോലുള്ള ആവർത്തിച്ചുള്ള ചലനങ്ങൾ നടത്തുന്നു. സ്വയം ദേഷ്യം വരുത്തുന്ന, അതായത് കടിക്കുകയോ തലകുലുക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു. നിർദ്ദിഷ്ട ദിനചര്യങ്ങളോ ആചാരാനുഷ്ഠാനങ്ങളോ വികസിപ്പിക്കുകയും ചെറിയ മാറ്റത്തിൽ അസ്വസ്ഥരാകുകയും ചെയ്യുന്നു. ഏകോപനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ വിചിത്രമായ ചലന രീതികളുണ്ട്.
വിരലടയാളം അല്ലെങ്കിൽ കാൽവിരലുകളിൽ നടക്കുക, വിചിത്രമായ കടുപ്പമുള്ള അല്ലെങ്കിൽ അതിശയാക്തി കലർന്ന ശരീരഭാഷ, ഒരു കളിപ്പാട്ടക്കാരന്റെ സ്പിന്നിംഗ് വിരലുകൾ പോലുള്ളൊരു വസ്തുവിന്റെ വിശദാംശങ്ങളിൽ ആകൃഷ്ടനാകുന്നു, പക്ഷേ വസ്തുവിന്റെ മൊത്തത്തിലുള്ള ഉദ്ദേശമോ പ്രവർത്തനമോ മനസ്സിലാക്കുന്നില്ല. പ്രകാശം, ശബ്ദം അല്ലെങ്കിൽ സ്പർശം എന്നിവയ്ക്ക് അസാധാരണമായി സെൻസിറ്റീവ് ആണ്. എന്നിട്ടും വേദനയോ താപനിലയോ നിസ്സംഗത പുലർത്താം. അനുകരണീയമായ അല്ലെങ്കിൽ വിശ്വസനീയമായ കളികളിൽ ഏർപ്പെടുന്നില്ല. അസാധാരണമായ തീവ്രതയോ ഫോക്കസോ ഉപയോഗിച്ച് ഒരു വസ്തുവിലോ പ്രവൃത്തിയിലോ പരിഹരിക്കുന്നു. കുറച്ച് ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക അല്ലെങ്കിൽ ഒരു പ്രത്യേക ഘടനയുള്ള ഭക്ഷണങ്ങൾ നിരസിക്കുക എന്നിവ പോലുള്ള നിർദ്ദിഷ്ട ഭക്ഷണങ്ങൾ മുൻഗണനകളുണ്ട്. അവർ പക്വത പ്രാപിക്കുമ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള ചില കുട്ടികൾ മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകുകയും പെരുമാറ്റത്തിൽ കുറച്ച് അസ്വസ്ഥതകൾ കാണിക്കുകയും ചെയ്യുന്നു. ചിലര് സാധാരണയായി ഏറ്റവും കുറഞ്ഞ പ്രശ്നങ്ങളുള്ളവർ ഒടുവിൽ സാധാരണ അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിലേക്ക് നയിച്ചേക്കാം. എന്നിരുന്നാലും മറ്റുള്ളവർക്ക് ഭാഷയോ സാമൂഹിക കഴിവുകളോ ബുദ്ധിമുട്ടാണ്. മാത്രവുമല്ല കൗമാരപ്രായത്തിൽ മോശമായ പെരുമാറ്റവും വൈകാരികവുമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഒരു ഡോക്ടറെ എപ്പോൾ കാണണം? കുഞ്ഞുങ്ങൾ അവരുടെ വേഗതയിൽ വളരുന്നു. കൂടാതെ ചില രക്ഷകർത്തൃ പുസ്തകങ്ങളിൽ കാണുന്ന കൃത്യമായ സമയരേഖകൾ പലരും പിന്തുടരുന്നില്ല. എന്നാൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള കുട്ടികൾ സാധാരണയായി 2 വയസ്സിന് മുമ്പുള്ള വികസനത്തിന്റെ കാലതാമസത്തിന്റെ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ കുട്ടിയുടെ വളർച്ചയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിലോ നിങ്ങളുടെ കുട്ടിക്ക് ഓട്ടിസം സ്പെക്ട്രം തകരാറുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ ആശങ്കകൾ ഡോക്ടറുമായി ചർച്ച ചെയ്യുക. തകരാറുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളെ മറ്റ് വികസന വൈകല്യങ്ങളുമായി ബന്ധപ്പെടുത്താം. ഭാഷാ വൈദഗ്ധ്യത്തിലും സാമൂഹിക ഇടപെടലുകളിലും വ്യക്തമായ കാലതാമസം ഉണ്ടാകുമ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും വികസനത്തിന്റെ തുടക്കത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങളുടെ കുട്ടിക്ക് വൈജ്ഞാനിക, ഭാഷാ, സാമൂഹിക കഴിവുകൾ എന്നിവയിൽ കാലതാമസം ഉണ്ടാവുമെന്ന് തിരിച്ചറിയാൻ നിങ്ങളുടെ ഡോക്ടർ വികസന പരിശോധനകൾ ശുപാർശ ചെയ്തേക്കാം. 6 മാസത്തിനുള്ളിൽ പുഞ്ചിരിയോ സന്തോഷകരമായ പ്രകടനമോ പ്രതികരിക്കുന്നില്ല. 9 മാസത്തിനകം ശബ്ദങ്ങളോ മുഖഭാവങ്ങളോ അനുകരിക്കുന്നില്ല. 12 മാസത്തിനകം ബബിൾ ചെയ്യുകയോ കൂൾ ചെയ്യുകയോ ചെയ്യുന്നില്ല. 14 മാസത്തേക്ക് പോയിന്റ് അല്ലെങ്കിൽ തരംഗം പോലുള്ള ആംഗ്യം കാണിക്കുന്നില്ല. ഒരൊറ്റ വാക്കുകൾ 16 മാസത്തിനുള്ളിൽ പറയുന്നില്ല. വിശ്വസിക്കുക, കളിക്കുകയോ 18 മാസം കൊണ്ട് നടക്കുകയോ ചെയ്യുന്നില്ല. 24 മാസത്തിനുള്ളിൽ 2 പദങ്ങളുള്ള വാക്യങ്ങൾ പറയുന്നില്ല. ഏത് പ്രായത്തിലും ഭാഷാ നൈപുണ്യവും സാമൂഹിക കഴിവുകളും നഷ്ടപ്പെടുന്നു. കാരണങ്ങൾ. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന് അറിയപ്പെടുന്ന ഒരൊറ്റ കാരണവുമില്ല. തകരാറിന്റെ സങ്കീർണതയും ലക്ഷണങ്ങളും കാഠിന്യവും വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ ഒരുപക്ഷേ നിരവധി കാരണങ്ങളുണ്ട്. ജനിതകവും പരിസ്ഥിതിയും ഒരു പങ്ക് വഹിച്ചേക്കാം. ജനിതക ശാസ്ത്രം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ നിരവധി വ്യത്യസ്ത ജീനുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ചില കുട്ടികൾക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഒരു ജനിതക വൈകല്യമായി ബന്ധപ്പെടുത്താം. അതായത് റെറ്റ് സിൻഡ്രോം അല്ലെങ്കിൽ ദുർബലമായ എക്സ് സിൻഡ്രോം. മറ്റു കുട്ടികൾക്ക് ജനിതക മാറ്റങ്ങൾ അഥവാ മ്യൂട്ടേഷനുകൾ ഓട്ടിസം സ്പെക്ട്രം സിൻഡ്രോം സാധ്യത വർദ്ധിപ്പിക്കും. മറ്റു ജീനുകൾ മസ്തിഷ്ക വികസനത്തെയോ മസ്തിഷ്ക കോശങ്ങൾ ആശയവിനിമയം നടത്തുന്ന രീതിയെയോ ബാധിച്ചേക്കാം. അല്ലെങ്കിൽ അവ ലക്ഷണങ്ങളുടെ തീവ്രത നിർണ്ണയിക്കും. ചില ജനിതക മാറ്റങ്ങൾ പാരമ്പര്യമായി ലഭിച്ചതായി തോന്നുന്നു. മറ്റുള്ളവ സ്വയമേ സംഭവിക്കുന്നു. പാരിസ്ഥിതിക ഘടകങ്ങൾ. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആരംഭിക്കുന്നതിൽ വൈറൽ അണുബാധകൾ, മരുന്നുകൾ അല്ലെങ്കിൽ സങ്കീർണതകൾ അല്ലെങ്കിൽ വായു മലിനീകരണം എന്നിവ പോലുള്ള ഘടകങ്ങൾ ഒരു പങ്ക് വഹിക്കുന്നുണ്ടോ എന്ന് ഗവേഷകർ നിലവിൽ അന്വേഷിക്കുന്നു. വാക്സിനും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ സെന്ററുകളിലെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്ന് ഡിസോർഡറും ബാല്യകാല വാക്സിനുകളും തമ്മിൽ ഒരു ബന്ധമുണ്ടോ എന്നതാണ്. വിപുലമായ ഗവേഷണങ്ങൾ നടത്തിയിട്ടും വിശ്വസനീയമായ ഒരു പഠനവും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും ഏതെങ്കിലും വാക്സിനുകളും തമ്മിൽ ഒരു ബന്ധവും കാണിച്ചിട്ടില്ല. വാസ്തവത്തിൽ മോശരൂപകൽപ്പനയും സംശയാത്മകമായ ഗവേഷണ രീതികളും കാരണം വർഷങ്ങൾക്ക് മുമ്പ് ചർച്ചയെ ജ്വലിപ്പിച്ച യഥാർത്ഥ പഠനം പിൻവലിച്ചു. കുട്ടിക്കാലത്തെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഒഴിവാക്കുന്നത് നിങ്ങളുടെ കുട്ടിയെയും മറ്റുള്ളവരെയും ഗുരുതരമായ രോഗങ്ങൾ പിടിക്കുന്നതിനും പടരുന്നതിനും കാരണമാകും. അതായത് ഹോപ്പിംഗ് ചുമ അഥവാ പെർട്ടോസിസ്, മീസ്ലസ് അല്ലെങ്കിൽ മംസ് എന്നിവ. അപകട ഘടകങ്ങൾ. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ കണ്ടെത്തിയ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മെച്ചപ്പെട്ട കണ്ടെത്തലുകളും റിപ്പോർട്ടിംഗും മൂലമാണോ അതോ കേസുകളുടെ എണ്ണത്തിൽ യഥാർത്ഥ വർധനവുണ്ടോ എന്നോ അതോ രണ്ടും കൂടിയാണോ എന്ന് വ്യക്തമല്ല. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എല്ലാ വംശത്തിലെയും ദേശീയതയിലെയും കുട്ടികളെ ബാധിക്കുന്നു. പക്ഷേ ചില ഘടകങ്ങൾ കുട്ടികളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. അവ ഇവയെ ഉൾപ്പെടുത്താം. ഒന്നാമതായി നിങ്ങളുടെ കുട്ടികളുടെ ലൈംഗികത. പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ വരാനുള്ള സാധ്യത 4 ഇരട്ടിയാണ്. കുടുംബചരിത്രം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയുള്ള ഒരു കുടുംബങ്ങൾക്ക് മറ്റൊരു കുട്ടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.
ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയുടെ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ സ്വയം സാമൂഹിക അല്ലെങ്കിൽ ആശയവിനിമയ വൈദഗ്ധ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ അസാധാരണമായ പല പെരുമാറ്റങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് അസാധാരണമല്ല. മറ്റു വൈകല്യങ്ങൾ. ചില മെഡിക്കൽ അസ്വസ്ഥതകളുള്ള കുട്ടികൾക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അല്ലെങ്കിൽ ഓട്ടിസം പോലെ ലക്ഷണങ്ങളുടെ സാധാരണ അപകട സാധ്യതയേക്കാൾ കൂടുതലാണ്. ഭൗതിക പ്രശ്നങ്ങൾ കാരണമാകുന്ന പാരമ്പര്യമായി തകരാറിലായ ദുർബലമായ എക്സ് സിൻഡ്രോം ഉദാഹരണങ്ങളിൽ ഉൾപ്പെടുന്നു. ട്യൂബറസ് സ്ക്ലിയറോസിസ്, തലച്ചോറിൽ ദോഷകരമായ മുഴകൾ വികസിക്കുന്ന അവസ്ഥ. റെറ്റ് സിൻഡ്രോം ജനിതകാവസ്ഥ ഏതാണ്ട് പെൺകുട്ടികളിൽ മാത്രം സംഭവിക്കുന്നു. ഇത് തലയുടെ വളർച്ച മന്ദഗതിയിലാക്കുന്നു. ബുദ്ധിപരമായ വൈകല്യം, ലക്ഷ്യബോധമുള്ള കൈഉപയോഗം എന്നിവ നഷ്ടപ്പെടുന്നു. അകാല ശിശുക്കൾ. ഗർഭാവസ്ഥയുടെ 26 ആഴ്ചകൾക്ക് മുമ്പ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം സ്പെക്ട്രം തകരാറിലാകാനുള്ള സാധ്യത കൂടുതലാണ്. മാതാപിതാക്കളുടെ പ്രായം. പ്രായമായ മാതാപിതാക്കൾക്ക് ജനിച്ച കുട്ടികളും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും തമ്മിലൊരു ബന്ധമുണ്ടാകാം. പക്ഷേ ഈ ലിങ്ക് സ്ഥാപിക്കുന്നതിന് കൂടുതൽ ഗവേഷണം ആവശ്യമാണ്. സങ്കീർണതകൾ. സാമൂഹ്യ ഇടപെടലുകൾ, ആശയവിനിമയം, പെരുമാറ്റം എന്നിവയിലെ പ്രശ്നങ്ങൾ ഇനി പറയുന്നതിലേക്ക് നയിച്ചേക്കാം. സ്കൂളിലും വിജയകരമായ പഠനത്തിലും പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, സ്വതന്ത്രമായി ജീവിക്കാനുള്ള കഴിവില്ലായ്മ, സാമൂഹ്യ ഐസൊലേഷൻ, കുടുംബത്തിനുള്ളിൽ സമ്മർദ്ദം ഇരയാക്കപ്പെടുത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും എന്നിവയാണ്. കുട്ടികളിൽ സാധാരണ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ലക്ഷണങ്ങളെ മറികടന്നില്ലെങ്കിലും അവർ നന്നായി പ്രവർത്തിക്കാൻ പഠിച്ചേക്കാം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ തടയാൻ ഒരു മാർഗവുമില്ല, പക്ഷേ ചികിത്സാ മാർഗങ്ങളുണ്ട്. നേരത്തെയുള്ള രോഗനിർണയവും ഇടപെടലും ഏറ്റവും സഹായകരമാണ്. ഒപ്പം സ്വഭാവം, കഴിവുകൾ, ഭാഷാ വികസനം എന്നിവ മെച്ചപ്പെടുത്താനും കഴിയും. എന്നിരുന്നാലും ഏത് പ്രായത്തിനും ഇടപെടൽ സഹായകരമാണ്. കുട്ടികൾ സാധാരണ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ലക്ഷണങ്ങളെ മറികടക്കുന്നില്ലെങ്കിലും അവർ നന്നായി പ്രവർത്തിക്കാൻ പഠിച്ചേക്കാം. കൂടുതൽ ആരോഗ്യപരമായ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഇത് കാരണമായി പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ എത്തുന്നു.